ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയോട് തുറന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനും നമുക്ക് ആവശ്യമുള്ളത് നൽകി സമാധാനത്തോടെ നമ്മളെ മടക്കി അയക്കേണ്ടതിനും നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് പ്രവേശിക്കാം. PIP മീറ്റിംഗ് നടക്കേണ്ടതുകൊണ്ട് ഒരു ദീർഘ പ്രഭാഷണത്തിലേക്ക് മുതിരാതെ വേഗത്തിൽ ഒരു ചെറിയ ചിന്ത ദൈവമക്കളോട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ച സങ്കീർത്തനം, അതിൻ്റെ പശ്ചാത്തലം ആ സങ്കീർത്തനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 137:1 മതി. അവിടെ വായിച്ചത് ബാബേൽ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് എഴുതിയ പാട്ടാണ്. അതായത് ബാബേൽ പ്രവാസം 70 വർഷത്തെ പ്രവാസകാലത്ത് ആ പ്രവാസം അനുഭവിച്ച ഏതോ ഭക്തന്മാരിൽ ഒരാൾ എഴുതിയ പാട്ടാണ്. പശ്ചാത്തലം അതാണ്. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന വായിച്ച ഒന്നാം വാക്യത്തിൽ വായിച്ചൊരു ഭാഗം, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞാൻ വേഗത്തിൽ ചില ചിന്തകൾ ഓർപ്പിച്ച് വിടാം. സിയോനെ ഓർത്ത് ബാബേലിലിരുന്നു കൊണ്ട് കരയുന്നു. ഇവർ കുറേ കാലം യെരുശലേമിലായിരുന്നല്ലോ, സിയോനിലായിരുന്നല്ലോ. അവിടെ വെച്ച് ഈ കരച്ചിലുണ്ടായിരുന്നു. അവിടെ ആലയമുണ്ട്, ആരാധനയുണ്ട്, ദൈവത്തെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാനുള്ള എല്ലാ സാവകാശങ്ങളും അവിടെ ഉണ്ട്. യാതൊരു തടസ്സങ്ങളുമില്ല, ഫുൾ ഫ്രീഡമാണ്. പക്ഷേ അന്ന് ആരാധിക്കത്തില്ല, പാടത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. എല്ലാം ഞങ്ങൾക്കുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ എന്നൊരു ചിന്താഗതിയിൽ അവർ മുന്നോട്ട് പോയൊരു കാലം മുന്നോട്ട് ചെന്നപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഇവരെ പിടിച്ചുകൊണ്ട് പോയി. അതിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് ആരിലൂടെങ്കിലും, പ്രവാചകന്മാരിലൂടെയോ വചനത്തിലൂടെയോ വെളിപ്പാടായോ ദർശനമായോ ഒക്കെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൽ നിന്ന് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾ തന്നോട് ചേർന്നിരിക്കണമെന്ന്. എന്നാൽ അറിയാതെ മക്കൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിനറിയാം ഇത് അപകടമാ, അനർത്ഥമാ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മടക്കി വരുത്തുവാൻ ദൈവം മുന്നറിയിപ്പ് കൊടുക്കും. ഈ മുന്നറിയിപ്പുകളെയൊക്കെ ഇവർ അവഗണിക്കുകയാണ്. ഒരു വാക്യം ഞാനൊന്ന് ഓർപ്പിക്കാം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം 12 ചേർത്തങ്ങ് വായിച്ചോളൂ. അവിടെ പ്രവാചകൻ യെരമ്യാവ് ഇവർക്ക് കൊടുക്കുന്ന, ഇവരോട് പറയുന്നൊരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? വായിച്ചോളൂ. അവിടെ പറയുന്ന വാചകം ഒരു മിനിറ്റ് നിർത്തണം. അവിടെ പറയുന്നത്, ആകാശമേ ഇതിങ്കൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ചു പോക എന്ന് ആകാശത്തോട് പറയുകയാണ്. ആകാശമേ നീ ഭ്രമിച്ച് സ്തംഭിച്ചു പോകത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. എന്താ അരുളപ്പാട്? അതിൻ്റെ ഗൗരവം ആവശ്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. മതി. അവരോട് പറയുകയാണ്, ആകാശം പോലും ഞെട്ടത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ ദൂത് കൊടുക്കുകയാണ്. ഇസ്രായേൽ മക്കൾ 2 ദോഷം ചെയ്തു. 1, ദൈവത്തെ ഉപേക്ഷിച്ചു. തീർന്നില്ല. 2, വെള്ളമില്ലാത്ത, പ്രയോജനമില്ലാത്തതിൻ്റെ പുറകെ പോകുന്നു. ദൈവമല്ലാത്തവയുടെ പിന്നാലെ ആശ്വാസം കിട്ടുമെന്ന് കണ്ടു പോകുന്നു. ഇതാണ് അവരെക്കുറിച്ച് പറയുന്ന വാക്ക്. വളരെ ഗൗരവത്തോടെ ഞാൻ ആ ഭാഗം ഒന്ന് ആവർത്തിക്കാം. ദൈവത്തെ വിളിക്കേണ്ടവൻ ദൈവത്തെ വിളിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രയോജനമില്ലാത്തതിൻ്റെ പിന്നാലെ അവരുടെ സമയം ചെലവാക്കുന്നു. ആ വാക്കിൽ നമ്മൾ കാണുന്നത് വെള്ളമില്ലാത്ത പൊട്ടക്കിണർ. ഇത് കുഴിച്ചാൽ വെള്ളമില്ലെന്നറിയാം, പിന്നെയും അത് കുഴിക്കുക. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു.
എന്നാൽ ജീവജലം നൽകുന്നൊരു ദൈവം ഇപ്പുറത്തുണ്ട്. ദൈവത്തിൽ നിന്ന് അകലുന്നു, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുന്നു, ദൈവത്തിൻ്റെ കൃപ വേണ്ട, അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ ഒരു വശത്ത് മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമല്ലാത്തവയെ, ആനന്ദം നൽകാത്ത, സന്തോഷം നൽകാത്ത, ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത ചിലതിൻ്റെ പിന്നാലെ പോകുന്നു. ഇതാണ് ഇസ്രായേൽ മക്കൾ ചെയ്ത ഏറ്റവും വലിയ ദോഷം. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ഇവർക്കൊരു കാര്യം ചെയ്യാമായിരുന്നു. ദൈവസന്നിധിക്ക് കരയാം. കർത്താവേ, തെറ്റിപ്പോയി, ഞാൻ ദോഷം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു. കർത്താവേ, ഞാൻ അങ്ങിൽ നിന്ന് അകന്നു മാറി, ഞാൻ അങ്ങേ വിട്ട് അങ്ങയ്ക്ക് ഹിതമല്ലാത്ത പല വഴിയിലൂടെ പോകുന്നു, എന്നോട് ക്ഷമിക്കണമേ, എന്നെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അന്നേരം പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ആലയമുണ്ട്, ആരാധനയുണ്ട്, എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുമുണ്ട്. ആ സമയത്ത് ദൈവസന്നിധിയിൽ കരയേണ്ടവർ കരഞ്ഞില്ല. പക്ഷെ ഇപ്പൊ എവിടെ ഇരുന്ന് കരയുക? ബാബിലോണിൽ ഇരുന്നുകൊണ്ട് സിയോനെ ഓർത്ത് കരയുന്നു. ഞാൻ ആ ഭാഗത്തു നിന്ന് വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ വാക്കുകൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഇവരുടെ കാര്യം കരച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, കരയേണ്ടടുത്ത് കരഞ്ഞില്ലെങ്കിൽ അത് ആസ്ഥാനത്ത് കരഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും ഓർക്കണം, കരയാൻ ദൈവം ചില അവസരം തരും, മടങ്ങി വരാൻ ദൈവം അവസരം തരും. ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ ദൈവത്തോടടുക്കാനായിട്ട് സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും. ഒരുപക്ഷെ അത് ദൂതാകാം, പ്രവചനമാകാം, ദൈവത്തിൻ്റെ ആത്മാവ് നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന ചില ദൈവിക ശബ്ദമാകാം. എങ്ങനെയാണെങ്കിലും ദൈവം ഒരു മുന്നറിയിപ്പ് തരാതിരിക്കത്തില്ല. ആ സമയത്ത് കരഞ്ഞില്ലെങ്കിൽ ബാബിലോണിൽ പോയി കരയേണ്ടതായിട്ട് വരും. വായിച്ചോളൂ, ആ താഴത്തെ 4 വാക്യം അങ്ങ് വായിച്ചു, 1 മുതൽ. ആ ആ മതി. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ 4-ാം വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ്. ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യഹോവയുടെ ഗീതം അന്യദേശത്ത് വല്ലോടത്തും ചെന്നേച്ച് സ്തോത്രം അല്ലലിയാൻ പറയാൻ പറ്റുമോ? ഇതാ ഇവരുടെ ചോദ്യം. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നതാ. അന്യദേശത്ത് പാട്ട് പാടാമോ? ഉത്തരം ഈ പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയം നമ്മൾ ആ പ്രാരംഭ ഭാഗം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യെരുശലേമിൽ കരയേണ്ടവർ കരയാഞ്ഞതിൻ്റെ ഫലമായിട്ട് ദൈവം ഇപ്പം ബാബിലോണിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് കരയുക. ഈ സമയത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പം ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, പാടാനൊക്കത്തില്ല, പാടിയില്ല. ആ സങ്കീർത്തനം ഉടനീളം പഠിച്ചാൽ വേഗത്തിൽ ഞാൻ അതിനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. പ്രാരംഭത്തിൽ പരാതി പറയാൻ തുടങ്ങി. ഞങ്ങളിപ്പോൾ എവിടെ? ബാബിലോണിലാണ്. അവിടെ ആരാധനയുണ്ടായിരുന്നു, ഇവിടെ ഒന്നും ഇല്ല. ഒത്തിരി പറഞ്ഞ് വന്നേച്ച് ഈ അവസാനം വന്നപ്പോഴത്തേക്കും ശാപം പറയാൻ തുടങ്ങി. 7, 8 ഒന്ന് വായിച്ചേ. ആ ആ മതി. ഇത് പറയുന്നത് ആരാ? മറ്റേ വാക്കി നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ പെന്തിക്കോസുകാരൻ. അനുഗ്രഹിക്കാൻ വിളിച്ചവനിപ്പം എന്തോ പറയുക? ശപിക്കുക. ഞാൻ സ്വന്തമായിട്ട് കാര്യങ്ങൾ പറയാം. നമ്മളെ ഒന്ന് പരിശോധിച്ചോണം ഇതിലൂടെ. ബാബിലോണിൽ പോയ പ്രവാസികളെക്കുറിച്ചല്ല, അതിനകത്തൂടെ നമ്മളെ ഒന്ന് കാണണം. ദൈവസന്നിധിയെ പാടാൻ പറഞ്ഞപ്പം, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ സ്തുതിക്കാൻ പറഞ്ഞപ്പം എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് കൈയടിക്കാൻ പറ്റത്തില്ല, എനിക്ക് പാടാൻ പറ്റത്തില്ല. വേണ്ട. അങ്ങനെ വന്നാൽ ഒന്നാമത്തെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാതി തുടങ്ങും. തൊടുന്നും പിടിക്കുന്ന എല്ലാം പരാതിയാണ്. ഈ പരാതി അങ്ങോട്ട് കയറി വന്നേച്ച് അന്നേരത്തേക്ക് അവരെ ഉപദ്രവിച്ചവരെ കുറിച്ചൊരു ഓർമ്മ വന്നു. ഏദോമ്യർ അവരുടെ കൂട്ടത്തിൽ വന്ന് ഇടിച്ചു കളവീൻ അടിസ്ഥാനം വരെ. അപ്പൊ ഏദോമിനെ ഇടിക്കണം. ഏദോം എന്ന് പറയുമ്പോൾ യേശാവിൻ്റെ വംശക്കാരാണ്. നമുക്കറിയാം, വേദപുസ്തകം ഉടനീളം പഠിച്ചാൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഏതു രാജ്യം വരുന്നോ അവരുടെ കൂട്ടത്തിൽ ഇവർ കൂടും. ഏദോമിയർ, യേശാവിൻ്റെ വംശക്കാർ.
പണ്ട് തൊട്ടവരുടെ മനസ്സിലൊരു ചിന്ത കിടപ്പുണ്ട്, ഞങ്ങളുടെ അപ്പൻ്റെ അനുഗ്രഹം മുഴുവൻ ആര് കൊണ്ടുപോയി? യാക്കോബ് കൊണ്ടുപോയി. അനുഗ്രഹം കിട്ടേണ്ടത് ആർക്കാ? ഏശാവിനാ. അപ്പൻ്റെ അനിയൻ വന്ന് കളിപ്പിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ടുപോയി. ആ തലമുറയായിട്ട് ഇവരുടെ മനസ്സിൽ കിടക്കുന്ന ചിന്ത, ഞങ്ങൾക്ക് കിട്ടേണ്ടത് മുഴുവൻ ഇസ്രായേൽ കൊണ്ടുപോയി. അതുകൊണ്ട് ഇവർക്കൊറ്റയ്ക്ക് കയറി ഇസ്രായേലിനോട് മുട്ടാൻ ഉള്ള തൻ്റെ ഇടമില്ല, അതിനുള്ള ബലമില്ല. അപ്പം ഏതെങ്കിലും രാജ്യം ആക്രമിക്കാൻ വന്നാൽ ഏതോമിരെന്തോ ചെയ്യും? കൂട്ടത്തിൽ കൂടും. അപ്പം ബാബിലോൺ ആക്രമിക്കാൻ വന്നപ്പം ഏതോമിരും കൂട്ടത്തിൽ ചെന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ, പ്രാർത്ഥിക്കാതിരുന്നാൽ, ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ എൻ്റെ അകം ഇരുളുകൊണ്ടങ്ങ് നിറയും. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം, ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ എൻ്റെ അകത്ത് പ്രകാശം വരും. ഞാൻ ആരാധിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ ഇരുട്ട് മാറും, പ്രകാശം വരും. പക്ഷെ ഞാൻ ആരാധിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിലോട്ട് ഇരുട്ട് കയറും. ഇരുട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ചെയ്യുന്നത് എനിക്കും അറിയത്തില്ല. ചില ആൾക്കാരൊക്കെ ചിലപ്പം ഈ കൺട്രോൾ വിട്ടുപോയി അതും ഇതുമൊക്കെ പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ശാന്തമായിട്ടിരിക്കുമ്പോൾ അവരോട് ചോദിച്ചാൽ എന്തോ ആയിരുന്നു, കേട്ടിട്ടില്ലേ? ഇനി നമ്മുടെ തന്നെ അനുഭവം എടുത്തു. അന്നേരം എന്തോ പറഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. എവിടാ കൺട്രോൾ വിട്ടു പോയത്? ഇരുട്ട് കയറിയോണ്ടാ. യേശു കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടാകാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഇരുട്ട് വന്നാൽ നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. ഇരുട്ട് വന്നാൽ ഇരുട്ടെന്നെ കയ്യും പിടിച്ചുകൊണ്ട് പോകും. ഞാൻ ചെന്ന് ചേരുന്നത് എവിടാന്ന് എനിക്കറിയത്തില്ല, കാരണം നടക്കുന്നത് ഇരുട്ടത്താണ്. ഇവിടെ ഈ ജനത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഉള്ളിൽ ഇരുട്ട് കയറിയപ്പോൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമുക്കറിയാമല്ലോ, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവരാ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അവരെ വിളിച്ചത് അനുഗ്രഹിക്കാനാ. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. അനുഗ്രഹിക്കേണ്ട ജനം ഇപ്പോൾ തന്റെ ശത്രുവിനെ നോക്കിക്കൊണ്ട് പറയാണ്, ഇടിച്ചുകള, അടിസ്ഥാനം വരെ ഇടിച്ചുകള. അവന്റെ അടിസ്ഥാനം പോലും ഇളകിപ്പോകണമെന്ന് പറഞ്ഞ് ഏദോമിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഇവരെ പ്രവാസികളായി കൊണ്ടുപോയ ബാബേലിനെ കുറിച്ച് പറയുന്ന വാക്ക് അല്പം കൂടെ കടുപ്പമാണ്. 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാല്, ബാബേലെ നിനക്ക് നാശം അടുത്തു. നീ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങളെ പിടിച്ചുകൊണ്ട് നീ അടിമകളാക്കി കൊണ്ടുവന്നെങ്കിൽ നിന്നെയും ആരോ പിടിച്ചുകൊണ്ട് അടിമകളാക്കി കൊണ്ടുപോകും. അടുത്തതാണ് അല്പം കൂടെ കടുപ്പം. ഒന്ന് ചിന്തിച്ച് നോക്കുക, ശാപവാക്കിന്റെ കാഠിന്യം നോക്കുക. നിന്റെ കൊച്ചിനെ പിടിച്ച് ആരെങ്കിലും പാറമേൽ അടിച്ചു കൊന്നാൽ അവരാരാ? നിനക്കത് സംഭവിക്കട്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ അനുഗ്രഹിക്കേണ്ടവന്റെ വായിൽ നിന്ന് വരുന്നത് എന്തുവാ? ഇതെല്ലാം സംഭവിച്ചതെന്താ? തുടക്കത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വന്നോട്ടെ. കരയേണ്ടപ്പം കരഞ്ഞില്ല, പ്രാർത്ഥിക്കേണ്ടപ്പം പ്രാർത്ഥിച്ചില്ല, ആരാധിക്കേണ്ടപ്പം ആരാധിച്ചില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടപ്പോൾ കൊടുക്കാതിരുന്നതിൻ്റെ ഫലം അറിയാതെ അകത്തിരുട്ട് കയറി. ഇരുട്ട് കയറിയപ്പോൾ അനുഗ്രഹത്തിന് പകരം വായിലൂടെ ശാപം വരാൻ തുടങ്ങി. വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കാണണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് കയറിക്കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ചിലരെയൊക്കെ അങ്ങ് ശപിക്കും. നമ്മൾ നോർത്ത് നോക്കണം, ഈ ശാപവാക്ക് നമ്മുടെ വായിലൂടെ പുറത്ത് വന്നാൽ ഇതിൻ്റെ ഏറ്റവും കെടുതി അനുഭവിക്കുന്ന ഞാൻ തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഈ മാലിന്യം എന്തെങ്കിലും ആകട്ടെ, എടുത്തൊരു വ്യക്തിയെ നിങ്ങൾ എറിഞ്ഞെന്ന് കരുതുക. നിങ്ങൾക്ക് അരിശം വന്ന് കൈ കിട്ടിയത് മുമ്പിൽ കണ്ടത് എന്തോ മാലിന്യ വസ്തുക്കളാണ്. അതെടുത്തൊരൊറ്റ ഏറ് ആ വ്യക്തി വെട്ടി അങ്ങ് മാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണില്ല. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. കൂടെ ഉണ്ടോ നിങ്ങൾ? ശപിക്കാൻ പോയാൽ ആർക്കാ ആദ്യം കിട്ടുന്നത്? എനിക്കാ. അവരും എടുക്കലാണ്, ചിലപ്പോൾ രക്ഷപ്പെട്ട് മാറും. നീ ഓർത്ത് ഇപ്പോൾ ഒരൊറ്റ ഏറി അവൻ്റെ ഡ്രസ്സ് മുഴുവൻ ഞാൻ അഴുക്കാക്കും. ആയിക്കോട്ടെ, എറിഞ്ഞു. അവൻ നിന്നേക്കാൾ വിദഗ്ധനായിരുന്നോണ്ട് രക്ഷപ്പെട്ട് മാറി. പക്ഷേ നിന്റെ കൈ മുഴുവൻ മലിനമായി. വളരെ ഗുരുത്തോർക്കണം. അനുഗ്രഹിക്കുന്ന ഇതുപോലെ തന്നെ വേറൊരാളെ അനുഗ്രഹിക്കാമോ? എനിക്ക് അനുഗ്രഹം കിട്ടും. ഇതെല്ലാം സംഭവിച്ചത് ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോഴാണ്. ഞാൻ ആ വാക്ക് തന്നെ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കരയേണ്ടപ്പം കരയാതെ, പ്രാർത്ഥിക്കട്ടപ്പം പ്രാർത്ഥിക്കാതെ, ആരാധിക്കേണ്ടപ്പോൾ ആരാധിക്കാതെ, ദൈവത്തിൽ നിന്ന് മാറി അകന്നപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് ഇരുട്ട് വന്നു. ഇരുട്ടെന്നെ കൊണ്ട് ശാപവാക്കുകൾ പറയിക്കുക.
അവന്റെ അടിത്തറ പോലും ഇളകിപ്പോണം, അവന്റെ തലമുറയൊന്നും രക്ഷപ്പെടരുത്, അവന്റെ പിള്ളേരെ പാറമേൽ അടിച്ചു കൊല്ലട്ടെ, അവൻ നശിക്കട്ടെന്ന് പറഞ്ഞ്, ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, ദൈവത്തിന്റെ മക്കളായി ശാപവാക്ക് പറയുന്നത് പറയാൻ കാരണം അകത്തിരുട്ട് കയറിയതാണ്. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കാണണം. കർത്താവേ, ഇപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞാൻ വിഷയത്തിലേക്ക് ഓടി വരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അന്യദേശത്ത് പാട്ട് പാടാമോ? അവിടെ ആ പാദം നമ്മൾ വായിച്ചു വരുമ്പോൾ രണ്ടാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോളൂ. രണ്ടാം വാക്യം ഒന്ന് നമ്മൾ മതി. അവിടെ നമ്മൾ വായിക്കുമ്പം ഈ ഇറാഖ്, ബാബിലോൺ, ഇവിടെ ഒത്തിരി നദികളുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. പിന്നെ ഈ യെഹസ്കേൽ പ്രവചനത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, പ്രവാചകൻ കേബാർ നദിയുടെ തീരത്തിരുന്ന് ദർശനം കണ്ട് ഈ നദിയുടെ തീരത്ത് ഇവരിയ്ക്കുക. നദീതീരത്തിരിക്കുക എന്ന് പറയുമ്പോൾ വേറെ ദിവസം നമ്മൾ പഠിച്ചു വന്നാൽ കാണാൻ കഴിയുന്നുണ്ട്, പഴയ കാലത്ത് ആരാധനയ്ക്ക് വേണ്ടി ഒത്തുകൂടുന്നത് നദീതീരത്താണ്. പൗലോസ് അപ്പോസ്തലന്റെ ആ മിഷണറി യാത്ര നമുക്കറിയാമല്ലോ. മക്കതോനിയയിൽ, ഫിലിപ്പയിൽ എത്തിയപ്പോൾ നദീതീരത്ത് കുറേ സ്ത്രീകളെ കണ്ടു. അവിടെ വെച്ച് അവരൊരു യോഗം നടത്തുന്നു. നമുക്കറിയാം, ലുദ്ധിയയുടെ ഹൃദയം അവിടെ വെച്ചാണ് തുറക്കുന്നത്. അങ്ങനെയാണ് സഭ അവിടെ ആരംഭിക്കുന്നത്. അഥവാ നദീതീരം ഇവരുടെ ആരാധനാ സ്ഥലമാണ്. ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ആരാധനാ ദിവസം അവർ ആരാധനയ്ക്കായിട്ട് വന്നു. വേഗത്തിൽ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വിടാം. ബാബിലോണിൽ ഇവർ അടിമകളാണ്. പക്ഷെങ്കിൽ ഇവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഒരുപക്ഷെ കിട്ടിക്കാണും. ഈ അടിമകൾ അവരുടെ ഉടമസ്ഥരോട് പറഞ്ഞു കാണും, ഞങ്ങൾ പെന്തിക്കോസുകാരാ, ഞങ്ങൾ ഇസ്രായേലിൽ നിന്ന് വന്നവരാ, അവിടെ ഞങ്ങൾക്ക് ആരാധനയുണ്ട്, അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ആരാധനയ്ക്ക് സമയം തരണം. അവർ പറഞ്ഞു, ആയിക്കോട്ടെ, പൊക്കോ, നീ ഞായറാഴ്ച പോയി ആരാധിച്ചു. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി ഇവരെവിടെ വന്നു? നദീതീരത്തെത്തി. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങളിരുന്നു. ആരാധിക്കാൻ വന്നേച്ച്, ആരാധനയ്ക്ക് വന്നിരുന്നു ഭയങ്കര കരച്ചിലാണ്. ദൈവസ്നേഹത്തിൽ നിന്നുള്ള കരച്ചിലല്ല, നാടൻ ഭാഷ ഉപയോഗിച്ചോട്ടെ, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കരയുക. ഈ കരച്ചിൽ കൊണ്ട് ഒരർത്ഥവുമില്ല. ദൈവസ്നേഹം കൊണ്ട്, ദൈവത്തോടുള്ള ഭക്തി കൊണ്ടൊക്കെ കരഞ്ഞാൽ ആ കരച്ചിൽ സ്വർഗം ബല തരും. അല്ലാത്ത കരച്ചിൽ, ഇവര് ഞങ്ങൾക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞേച്ച് 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അതിൻ്റെ നടുവിൽ അപ്പം കിന്നരമൊക്കെ എടുത്തോണ്ടാണ് വന്നത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ഡ്രമ്മും ടാമറിനും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു. എന്തിനു വന്ന? ആരാധനയ്ക്ക് വന്നു. അവിടെ വന്നേച്ച് ഇതെല്ലാം ഇപ്പോൾ എവിടെ ഇട്ടേക്കുക? അനേര വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടേച്ച് പറയാണ്, ഓ എന്നോ പാടാനോ, എന്നോ കൈയടിക്കാനോ, എന്നോ ഓർത്തിട്ട് പാടാനോ. ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ? ഞാൻ അടിമയാ. ഇവിടെ പാടിയിട്ടൊന്നും വലിയ സ്തോത്രവും സ്തുതിയും ഹല്ലേലൂയും ഒക്കെ ഇപ്പോൾ എവിടെ തൂക്കിയിട്ടേക്കുക? അനേര വൃക്ഷത്തിന്മേൽ. ഇത് കൊണ്ടുവന്നത് എന്തിനാ? എല്ലാവരും ഉണ്ടോ കൂടെ? ഞായറാഴ്ച വരുന്നത് എന്തിനാ? അപ്പം നിങ്ങളുടെ കയ്യടിച്ച് അല്ലെങ്കിൽ നാവും കരവും ഒക്കെ ദൈവം തന്ന്, കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു ഇതെല്ലാം ദൈവം ഫിറ്റ് ചെയ്തങ്ങ് വെച്ചേക്കുക, കൈയൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. രാവിലെ ഇറങ്ങുമ്പം ഇനിയും ഫിറ്റ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ അയ്യോ ഞാൻ കൈ കൊണ്ടുവന്നില്ല എന്ന് പറയാതിരിക്കാൻ ദൈവം ഇതൊക്കെ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വിട്ടത് എന്തിനാ? അലരി വൃക്ഷത്തുമേ തൂക്കിയിടരുത്. സ്തോത്രത്തെ അലരി വൃക്ഷത്തുമേ തൂക്കിയിടരുത്. ദൈവത്തിന്റെ ആരാധന, നിനക്ക് ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തെ അലരി വൃക്ഷത്തുമേ തൂക്കിയിടരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ വന്നത് ആരാധിക്കാനാ. അവരോട് പറഞ്ഞു, യജമാനന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് ആരാധിക്കണം. ആയിക്കോട്ടെ, നിങ്ങൾ പൊക്കോ. ആരാധിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും പഴയതെല്ലാം കൂടെ ഓർത്തേച്ചു, ഓ അന്ന് യെരുശലേമിൽ എന്തൊക്കെയായിരുന്നു, പക്ഷെ ഇവിടെ നോട് അടിമകളാ, പ്രവാസികളാ. ഇതും പറഞ്ഞുകൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് വെറുതെ കരഞ്ഞിട്ട് അവർ തീരുമാനിച്ചു, ഇന്ന് ആരാധിക്കുന്നില്ല, ഇന്ന് സ്തോത്രം പറയത്തില്ല, ഇന്ന് കൈയടിക്കത്തില്ല, ഇന്ന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 3-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. ഇവരെ അടിമകളാക്കി ആൾക്കാർ ആരാധനയ്ക്ക് വിട്ടതാ. കുറച്ച് കഴിഞ്ഞപ്പം പാട്ടില്ല, ആരാധനയൊന്നുമില്ല. അവർ വന്നു, ഡേടാ നീ എന്തോ പറഞ്ഞാ പോന്ന്, നീ എവിടെ പോകാമെന്നും പറഞ്ഞാ പോയേ? ഞാനൊരു നാടൻ ഭാഷയിലങ്ങ് പറഞ്ഞു പോകുന്ന കാര്യം ഒന്നുകൂടെ വ്യക്തമാകാനാ. വേദപുസ്തക ഭാഷയിൽ നിന്ന് അല്പം ഒന്ന് ഇറങ്ങി വരുന്ന ദൈവമക്കളുടെ ഉള്ളിലേക്ക് ഇതങ്ങ് കയറാനാ.
ഇവരോട് ചോദിക്കുവാണ്, എടാ നീ പ്രാർത്ഥിക്കാനെന്നും പറഞ്ഞ്, നീ കൈകൊട്ടാനെന്നും പറഞ്ഞ് പോയിട്ട് നിന്റെ പാട്ട് കേട്ടില്ലല്ലോ. ആരാ ചോദിച്ചത്? ബാബേൽക്കാരാ ചോദിക്കുന്നത്. അവര് പറഞ്ഞു, നീ ആരാധിക്കാൻ പോയവനാ, നീ കിന്നരം എടുത്തോണ്ട് പോയതാ, പക്ഷെ നിന്റെ കിന്നരം കാണുന്നില്ല, നിന്റെ പാട്ട് കേൾക്കുന്നില്ല. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളില് ഒന്ന് ചൊല്ലുവീൻ, ഒരു പാട്ടൊന്ന് പാടിക്ക്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, അവർ പരിഹാസത്തോടായിരിക്കാം ഇവരോട് ചോദിച്ചത്. നീ വലിയ പാട്ടുകാരനാണെന്നല്ലേ പറയുന്നത്, നീ വലിയ ആരാധനക്കാരിയാന്നല്ലേ പറയുന്നത്, നിന്റെ ആരാധനയും പാട്ടും ഒക്കെ എന്ത് ഒന്ന് പാടിക്ക് എന്ന് പറയുക. അവരോട് ചോദിക്കുവാണ്, പാടാത്ത തന്നെ. അടുത്ത വാക്യം നമ്മൾ വായിച്ചല്ലോ, ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിക്കും. അവരോട് ചോദിച്ചു, നിനക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്നല്ലേ പറയുന്നത്. ഇനി ഞാൻ അല്പം കൂടെ പറയട്ടെ. ഈ പ്രവാസികൾ, അടിമകൾ, ഇവർ യജമാനന്മാരോടും സുവിശേഷമൊക്കെ പറഞ്ഞു കാണും. ഞങ്ങളുടെ ദൈവം ആരാന്നറിയാമോ? ഞങ്ങളുടെ ദൈവം സർവശക്തനാ, ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൻ്റെ ആൾക്കാരാ, ഈ സുവിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സന്തോഷിക്കുന്നവരാ, ഞങ്ങൾ സമാധാനമുള്ളവരാ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാന്നൊക്കെ പറയുന്ന വ്യക്തി ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ മുഖം ഒരു 6 o'clock ഫേസ്, നമുക്കറിയാമല്ലോ, നീണ്ടിരിക്കുന്ന മുഖം, മുഖത്തിൻ്റെ ഷേപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്, മ്ലാന മുഖത്തോടിരുന്നാൽ കാണുന്നു ചോദിക്കും, എടാ നിന്റെ സന്തോഷം എന്തി? നീയല്ലേ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ വാ, സന്തോഷത്തിൻ്റെ പൂർണ്ണത ഞങ്ങളുടെ സഭയിലുണ്ട്, വാ, പക്ഷെ നിന്റെ സന്തോഷം എന്തി? ഈ ചോദ്യം വന്നപ്പം ഇവർ മറു ചോദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ വിഷയം ഒന്ന് വായിച്ചു തരും, വേഗത്തിൽ വായിച്ചു. അവർ ചോദിക്കുക, യഹോവയുടെ ഗീതം അന്യദേശത്തൊന്നും പാടാൻ പറ്റത്തില്ലെന്നാണ്. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ആരാധനയ്ക്ക് പോയവരോട് നാട്ടുകാർ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. നിന്റെ കിന്നരം എന്തിയെ? നിന്റെ കയ്യടി എന്തിയെ? നിന്റെ സ്തോത്രം എന്തിയെ? നിന്റെ ഹല്ലേലൂയ എന്തിയെ? നീ ഇതിനൊക്കെ പറഞ്ഞല്ലേ അങ്ങോട്ട് പോയത്. പക്ഷെങ്കിൽ ഇത് കേൾക്കാതെ വന്നാൽ ചുറ്റുവട്ടത്തുനിന്ന് ചോദിക്കും, നിന്റെ ആരാധന എവിടെ പോയി? ഇവർ പറയുന്ന വാക്ക്, യഹോവയുടെ ഗീതം അന്യദേശത്ത്, ഇത് നിങ്ങളുടെ ഒന്നും മുമ്പിൽ പാടാനൊക്കത്തില്ല, ഞങ്ങളുടെ പ്രത്യേക ഗ്രൂപ്പിലെ ഞങ്ങൾക്ക് പാടാനൊക്കത്തുള്ളൂ. ദൈവമക്കളെ, യഹോവയുടെ ഗീതം എവിടെയും പാടാം. ദൈവം നിന്റെ നാവിൽ ഒരു പാട്ട് തന്നെങ്കിൽ, സ്തോത്രം തന്നെങ്കിൽ, ആരാധന തന്നെങ്കിൽ, അന്യഭാഷ തന്നിട്ടുണ്ടെങ്കിൽ നിനക്കതെവിടെയും പാടാം. ഇവരോട് ചേർന്ന് ചില ആൾക്കാർ അതേക്കുറിച്ച് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ അവരുടെ മുമ്പിലൊന്നും നിങ്ങൾ പാടരുത്, നിന്റെ മുത്തിനെ കൊണ്ട് പന്നിയുടെ മുമ്പിൽ ഇടരുത്. ഒത്തിരി വാക്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ വചനത്തിൽ പറയട്ടെ, നിനക്ക് പാടാൻ സാഹചര്യമോ സമയമോ സ്ഥലമോ ഒന്നും ഒരു വിഷയമല്ല. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വന്നാൽ പാടാൻ പറഞ്ഞാൽ പാടിക്കും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഒന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാം. ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് റാന്നിക്കാരനൊരു ചെറുപ്പക്കാരൻ, ഒരു IPC കാരൻ തന്നെയാണ്. അവന് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഈ റോഡിൽ പോയി. നമുക്കറിയാമല്ലോ, കോളേജിൽ റാഗിങ് ഉണ്ട്. ഇന്നിപ്പം റാഗിങ് ഫ്രീ ക്യാമ്പസുകൾ ഒത്തിരി ആയിട്ടുണ്ട്, എന്നാൽ ഇന്നും പലയിടത്തും നടക്കുന്നുണ്ട്. ഈ കോളേജിൽ ഭയങ്കര റാഗിങ് ഉള്ള കോളേജാണ്. ഫസ്റ്റ് ഇയറിൽ ഇവനങ്ങോട്ട് ചെന്നു, സീനിയേഴ്സെല്ലാം കൂടി ഇവനെ അങ്ങ് വളഞ്ഞു. ഒരു മദ്യക്കുപ്പിങ് കൊണ്ട് അങ്ങോട്ട് ചെന്ന്, ഇടാ കുടിക്കടാ. അവൻ പറഞ്ഞു, നോ 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 നോ, ഞാൻ കുടിക്കത്തില്ല. ഒരു സിഗരറ്റ് കത്തിച്ചു കൊടുത്തു, വലിക്കടാ. ഇവൻ പറഞ്ഞു, ഞാൻ വലിക്കത്തില്ല, ഞാൻ ബെന്തിക്കോസുകാരനാ, ഞാനിതൊന്നും ചെയ്യത്തില്ല, ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. ഇത്രയും വന്നപ്പോൾ, നീ ബെന്തിക്കോസുകാരനാ അല്ലേ, എന്നാ ഒരു കാര്യം ചെയ്യടാ, നീ ഇപ്പോൾ ഒരു പെന്തിക്കോസ് പാട്ട് പാടറാ. ഈ കൊച്ചൻ്റെ അനുഭവത്തിൽ അവൻ നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടതാ. അവൻ കണ്ണടച്ചു, കൈയടിച്ചു, എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമെന്നുള്ള പാട്ടം കൊണ്ട് തുടങ്ങി. ആ പാട്ട് വന്ന് അടുത്ത, ദൈവമേ നിന്മഹാ സ്നേഹം അതിൻവിധം ആർക്കു ഗ്രഹിച്ചറിയാം. ഇത് വന്നപ്പോഴത്തേക്കും ഇവൻ ആത്മാവിലായി. ഇവൻ അന്യഭാഷയിൽ നിന്നങ്ങോട്ട് കൈയടിച്ച് പാടാൻ തുടങ്ങി. സമയത്തിന് ശേഷം സ്ഥലകാലബോധം വന്ന് പാട്ട് അവസാനിപ്പിച്ച് ഇവൻ കണ്ണു തുറന്നപ്പം ചുറ്റുവട്ടത്ത് ഒറ്റ മനുഷ്യനുമില്ല. റാഗി ചെയ്യാൻ വന്ന പിള്ളേരെല്ലാം പല വഴിക്ക് പോയി. അവൻ പറഞ്ഞത്, 4 വർഷം ഞാൻ അവിടെ പഠിച്ചു, എന്നെ ബഹുമാനത്തോടെ അവരെല്ലാം കണ്ടുകൊണ്ടിരുന്നത്, ഓരോരുത്തരും ഒരു ശല്യവും ചെയ്തില്ല. അപ്പോൾ അവൻ്റെ മുമ്പ് വെച്ച് പറയാമെന്ന് വെച്ചോ, ഞാൻ ഇവിടെങ്ങും പാടത്തില്ല, ഞാൻ സഭയിലേ പാടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ?
ആ കുഞ്ഞ് ഇന്ന് നല്ല നിലയിൽ ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയാൽ സ്ഥലം മറന്നുപോകും. ഞാൻ പറഞ്ഞാൽ അവനൊരു പാസ്റ്ററല്ല, അവന് പ്രത്യേക ട്രെയിനിങ് ഒന്നും കൊടുത്തു വിടില്ല. പക്ഷേ അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധം അവനോട് പറഞ്ഞു, അവർ പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടി, അത്രയേ ഉള്ളൂ. കൈയടിച്ച് പാടി. അവൻ ആത്മാവിലായപ്പോൾ അവർക്ക് തോന്നി ഇതെന്തോ സംതിങ് സ്പെഷ്യലാണ്, ഇവനെ റാഗ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇവൻ്റെ അടുക്കൽ നിൽക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടി. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ അവനെ റാഗ് ചെയ്യാൻ വന്ന പിള്ളേരിലേക്ക് വ്യാപരിച്ചു കാണും. അവൻ പറഞ്ഞതാ, ഞാൻ കണ്ണു തുറന്നപ്പോൾ ഒരൊറ്റ മനുഷ്യൻ എൻ്റെ അടുക്കലില്ല. ദൈവമക്കളെ, ഞാൻ പറഞ്ഞോട്ടെ, അന്യദേശത്ത് പാട്ട് പാടാമോ? പാടാം. വചനത്തിൽ നിന്നോട് ഒരു തെളിവ് കാണിച്ചാൽ ഞങ്ങൾ അവസാനിപ്പിച്ചേക്കാം. അപ്പോസ്തല പ്രവൃത്തി 16:21 വായിച്ചേ, 25. നമുക്കറിയാവുന്ന വചനമാണെങ്കിൽ ഒന്ന് വായിച്ചാൽ. അപ്പോസ്തല ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 25. ആ, അടുത്തൂടെ. ആ, മതി. അവിടെ വായിച്ചത്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി. ഇത് ഏത് ദേശത്താ? അന്യദേശത്താ. അല്പം കൂടെ പറഞ്ഞോട്ടെ, ഇത് കാരാഗ്രഹത്തിലാണ്. ഏഷ്യയിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നവർ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗമുണ്ടായി യൂറോപ്പിലേക്ക് പോയി. യൂറോപ്പിലെത്തിയപ്പോൾ, മക്കതോനിയിലെത്തിയപ്പോൾ, ഫിലിപ്പിയൻ ആ പട്ടണത്തിലെത്തിയപ്പോൾ അവരെ പിടിച്ച് ജയിലിലിട്ടു. ജയിലിൽ കിടന്നുകൊണ്ട് രണ്ടുപേരും കൂടെ ചെയ്യുക, പാട്ട് പാടുക. അന്യദേശത്ത് പാട്ട് പാടാമോ? ധൈര്യത്തോടെ പറ, പാടാമോ? പാടാം. ജയിലിൽ പാടാമോ? പാടാം. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന കാരാഗ്രഹത്തിൻ്റെ നടുവിൽ പാടാമോ? ഇന്ന് വിളിച്ചു പറ, പിശാച് ചില ചങ്ങലയിൽ എന്നെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നടുവിലും പാടും. ചങ്ങല എനിക്ക് വിഷയമല്ല, കാരാഗ്രഹം എനിക്ക് വിഷയമല്ല, ചുറ്റുവട്ടത്തുള്ളവരാരാണെന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഇതിൻ്റെ നടുവിൽ ഞാൻ പാട്ട് പാടും. കൃപ, ദൈവകൃപ. ഇന്ന് പകല കൃപ ലഭിച്ചവർ ഒരുമിച്ച് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ചില ചങ്ങലകളോ കാരാഗ്രഹമോ മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതോ എനിക്ക് വിഷയമല്ല. ഞാൻ ആയിരിക്കുന്നത് അന്യദേശത്താണെങ്കിലും ഞാൻ അവിടെ പാട്ട് പാടും. കൃപ, ദൈവകൃപ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ എന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അന്യദേശത്ത് പാട്ടുപാടിയാൽ അന്ന് വിടുതല. പൗലോസിനോട് ശീലാസിനോട് ചോദിച്ചേ, എത്ര ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടത്? അവർക്ക് പറയാൻ കഴിയും, ഞങ്ങൾ പാടി അന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. നമ്മളൊന്ന് ഓർത്ത് നോക്കണം, ഇവരെ പിടിച്ച് ജയിലിലിട്ടു, അടുത്ത ദിവസം വിസ്തരിക്കും. അത് കഴിഞ്ഞ് കോടതി കൊണ്ടുവന്ന് വിസ്താരം കഴിഞ്ഞ ശിക്ഷ വിധിക്കും. ഇവനെ വിടണോ, അവിടെ തന്നെ ഇടണോ, കൊല്ലണോ, ഇതൊക്കെ വിധിക്കണേ കുറേ ദിവസങ്ങളെടുക്കും. പക്ഷെങ്കിൽ ഇവരെ പിടിച്ച് ജയിലിലിട്ട് അന്ന് ആ അന്യദേശത്ത് ഇവരെന്തോ ചെയ്തു? പാടി. എന്നോട് പറഞ്ഞോട്ടെ, ചില ചങ്ങലയിൽ നിന്ന് പുറത്തു വരാൻ അന്യദേശത്താണെങ്കിലും നീ പാട്ട് പാടാമോ? ഒരു വാക്കൂടെ കടന്നു പറഞ്ഞോട്ടെ, നീ പാടുന്ന അന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഓ ഹല്ലേലൂയ. അടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത ഉപവാസ പ്രാർത്ഥന കഴിയട്ടെ, ഇന്ന വിഷയം വരട്ടെ, ഞാൻ പാടിക്കൊള്ളാമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ നിന്റെ വിടുതൽ നീണ്ടുപോകും. യേശുവിന്റെ നാമത്തിൽ കൃപ വ്യാപരിക്കട്ടെ. ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ദൈവകൃപ, 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 ദൈവകൃപ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമം ജയിക്കട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കൃപ. നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ, പാടാൻ ദേശമോ സ്ഥലമോ സാഹചര്യമോ എനിക്ക് വിഷയമല്ല. ദൈവാത്മാവ് എനിക്ക് നിയോഗം തോന്നാൽ ഞാൻ പാടും. എന്നോട് ആ വാക്കോടൊന്ന് പറഞ്ഞോട്ടെ. ഇവർ 70 വർഷം അവിടെ കടന്നു. 70 വർഷം നീണ്ടുപോയതിൻ്റെ കാരണം എന്നാ? പാടിയില്ല, അത്രയേ ഉള്ളൂ. പാടാൻ പറഞ്ഞപ്പം പാടിയിരുന്നെങ്കിൽ
ഒരുപക്ഷെ ദൈവം അവിടെ വിടുതൽ കൊടുത്തേനെ. പാടാൻ ചെന്നവർ, ഞാൻ പറഞ്ഞാൽ ആദ്യ ഭാഗം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, പാടാൻ ചെന്നവൻ കിന്നരം പോലും ഇപ്പോൾ എവിടെ തൂക്കിയിട്ടേക്കുക. പാടിയിട്ടൊന്നും കാര്യമില്ലെന്നേ, കൈയടിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. ഇങ്ങനെ ഇത്രയും കിടന്ന് വാ വെച്ചിട്ട് എന്നെ സാധിക്കാനാണ്. എല്ലാത്തിനൊക്കെ ഒരു മര്യാദയും മാനേഴ്സൊക്കെ വേണ്ടേ? ഓക്കെ, മാനേഴ്സൊക്കെ നല്ലതാണ്, പുറമേ ഉള്ള കാര്യക്കൊക്കെ മാനേഴ്സ് നല്ലതാണ്. ആത്മീയ വിഷയത്തിൽ ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നിയോഗിക്കുന്നവരങ്ങ് പൊക്കോ. ഹെസ്കേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, ആത്മപൂർണൻ ഭ്രാന്തന. പരിശുദ്ധമാവിൻ്റെ നിയോഗം വന്നു കഴിഞ്ഞാൽ ആ പരിശുദ്ധമാവ് നിയന്ത്രണം ഏറ്റുകിടന്നാൽ പിന്നെ പരിശുദ്ധമാവ് നമ്മളെ നയിക്കുന്നത്. കാണുന്നവൻ പറയാം അവന് ഭ്രാന്ത, ആയിക്കോട്ടെ. പക്ഷെ ദൈവത്തിൻ്റെ വല്ല പ്രവൃത്തി നടന്നിട്ടുള്ള ഭ്രാന്തന്മാരിലൂടെ കർത്താവിന് വേണ്ടി ഒരു ഭ്രാന്തനാകുന്ന കുഴപ്പമൊന്നുമില്ലെന്നേ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ പാടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം തന്നാൽ പാടാനുള്ള കൃപ എനിക്ക് തരണം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിയവരുടെ അന്യദേശത്ത് പാടിയവന്റെ ബന്ധനം അന്നഴിഞ്ഞു മാറി അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. കൃപ, ദൈവകൃപ. അവിടെ ഒരു പ്രത്യേക പദം നമ്മൾ വായിച്ചു, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇവര് പാടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞ അടാ തോണ്ടോണ്ട, അവര് കാണുന്നു, അവര് കേൾക്കുന്നു, അവരെന്നെ വിചാരിക്കും. ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ, നിന്നോട് പാടാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ തിരിച്ചൊന്ന് ചിന്തിച്ചേ, ഞാൻ പാടിയില്ലെങ്കിൽ ദൈവം എന്തോ വിചാരിക്കും? തടവുകാർ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നോ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ദൈവം എന്തോ വിചാരിക്കുമെന്ന് ചിന്തിക്കാം. ഞാൻ പാടാതിരുന്നാൽ മറ്റുള്ളവൻ്റെ മുമ്പിൽ എനിക്കൊത്തിരി എൻ്റെ ആ മാന്യതയൊക്കെ സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷെങ്കിൽ എൻ്റെ ദൈവം പറഞ്ഞു, കുഞ്ഞെ, നിന്റെ വിടുതൽ ഇന്ന് രാത്രി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ വല്ലൂരും എന്തോ പറയുമെന്ന് കണ്ട മാറിയിരുന്നാൽ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ബാബിലോണിലെ പ്രവാസത്തിൽ അവർ 70 വർഷം ഇരുന്നത് പോലെ ഇരിക്കേണ്ടി വരും. എന്നാൽ മറ്റുള്ളവരെ അല്ല നിനക്ക് വിഷയം. എന്റെ മുമ്പാകെ നിനക്ക് പാടാൻ കഴിയുമെങ്കിൽ നിന്നെ വിടുവിപ്പാൻ എനിക്ക് ശക്തിയുണ്ട്. ആ പാടുന്ന നിമിഷം തന്നെ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരും. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരുമിച്ച് ദൈവത്തോടൊന്ന് പറയാം. അന്യദേശത്ത് പാടാൻ പറ്റുമോ? ഉത്തരം ദൈവമക്കൾ പറഞ്ഞാട്ടെ. ധൈര്യത്തോടെ വിളിച്ച് പറ, പാടാം, എവിടെയും പാടാം. ആരാധനയ്ക്ക് വന്ന പാട്. ആ ഭാഗത്ത് നമ്മൾ കണ്ടു, ആരാധനയ്ക്ക് പോയവരാ, അവർ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പാടുന്നില്ല. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ, കർത്താവേ പാടാനുള്ള കൃപ തരണമേ, ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ തരണമേ, ദൈവശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കാനായിട്ട് കർത്താവേ ഞങ്ങളെ ഇതാ ഒരു ചാലകങ്ങളാക്കി തീർക്കണമേ, ഏൽപ്പിച്ചു തരുന്നു. സമർപ്പിക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും.